തിരക്കൊഴിഞ്ഞ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം കൂടി ഒന്ന് കാണാം. യാത്രക്കാർ മാത്രം, കാൽനട യാത്രക്കാർ മാത്രം കടന്നു പോകുന്ന ഒരു അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം. ഈ ഒരു മേൽപ്പാലത്തിലുള്ള റീടാറിംഗ് നടപടികൾ കൂടി ഈ ഒരു അടച്ചിടലിന്റെ ഭാഗമായിട്ട് വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. എന്നിരുന്നാലും റീടാറിംഗ് ഇല്ല, കുഴിയടയ്ക്കൽ മാത്രമാണ് ഉണ്ടാവുക. എന്നാലും ഈ ഒരു ബ്ലോക്ക് അവസാനിപ്പിക്കാൻ എന്ത് തന്നെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ഒരു അടച്ചിടുന്നതിന്റെ കൂട്ടത്തിൽ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഈ ഒരു ഒരാഴ്ച അടച്ചിടുന്നതോടുകൂടി പാലം പൂർണ്ണമായും യാത്രായോഗ്യമാകണം. അതിനുള്ള നടപടിക്രമങ്ങൾ വേണമെന്നാണ് ആളുകൾ പറയുന്നത്. എന്നാലും ഈ ഒരു മേൽപ്പാലത്തിലൂടെ ആളുകൾ നടന്നു പോകുന്ന ഒരു കാഴ്ച കൂടി കാണാം. വിദ്യാർത്ഥികൾ അങ്ങാടിപ്പുറം ഭാഗത്തേക്ക്, പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും കോഴിക്കോട് റോഡ് ഭാഗത്തേക്ക് കടന്നു പോകുന്ന ആളുകളാണ്. തിരിച്ച് അതുപോലെ തന്നെ അങ്ങാടിപ്പുറം ഭാഗത്തു നിന്നും, കോഴിക്കോട് ഭാഗത്തു നിന്നും അങ്ങാടിപ്പുറം കടന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകാനുള്ള യാത്രക്കാരുടെയും ഒരു വലിയ ഒരു നിര തന്നെ ഇങ്ങനെ കാണാം. ഇതുവഴി കടന്നു പോകുന്നവരുടെ കാഴ്ച കാണാം. എല്ലാവരും ഇതുവഴി ബസ്സിനും അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾക്കും പ്രൈവറ്റ് വാഹനങ്ങൾക്കും ഒക്കെ കടന്നു പോയിരുന്ന ആളുകളാണ്. അവരൊക്കെയാണ് ഇപ്പോൾ ഈ പാലത്തിലൂടെ നടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്തരത്തിലൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് കൂടി ഈ ഒരു ഭാഗത്തു നിന്നും ആളുകൾക്ക് കിട്ടുകയാണ്. ഈ ഒരു ബ്ലോക്ക് മറ്റൊരു മാർഗവുമില്ലാതെ പ്രൈവറ്റ് വാഹനങ്ങളെ ആശ്രയിക്കാതെ പബ്ലിക് സർവീസുകളെ മാത്രം ആശ്രയിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കടന്നു പോകുന്നത്. കാരണം ബസ്സുകളിലും KSRTC പ്രൈവറ്റ് ബസ്സുകളായിക്കോട്ടെ, KSRTC ബസ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷകൾ, ഇത്രയും വാഹനങ്ങളെയൊക്കെ ആശ്രയിച്ച് ഇതുവഴി കടന്നു പോകുന്നവരാണ് ഇപ്പോൾ ഈ നടന്ന് മറുകണ്ഠം അല്ലെങ്കിൽ മറുവശത്തേക്ക് പോകുന്നത്. അതിനുള്ള സംവിധാനം ഒക്കെ എല്ലാം ബ്ലോക്കാണ്. ഒരാടംപാലം, മാനത്തുമംഗലം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ കടന്നു പോകണം. അതിനൊക്കെ പ്രയാസപ്പെടുന്നവരാണ് ഇത്തരത്തിൽ സ്വന്തം ഇച്ഛാശക്തിയൊക്കെ കൈമുതലാക്കി നടന്നുകൊണ്ട് ഈ ഒരു കിലോമീറ്റർ താണ്ടി അപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് എത്തി അവരുടെ യാത്ര തുടരുന്നത്. എന്തായാലും വിജനമായ വാഹനങ്ങളില്ലാത്ത ആളുകൾ മാത്രം കടന്നു പോകുന്ന ഒരു അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം കൂടി ഈ ഒരു ബ്ലോക്കിന്റെ അടച്ചിട്ട അതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും.